വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും വിളങ്ങിടും പ്രഭാവമേ വിളക്ക് വയ്ക്കു ഞങ്ങളിൽ. വിരിഞ്ഞു നിന്ന താരിലും വിടർന്ന താരകത്തിലും ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ വീക്കെൻഡ്? നല്ലതായിരുന്നു. പുറത്തൊക്കെ പോയി സിനിമക്കൊക്കെ പോയി, ഫുഡൊക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു അല്ലേ? പഠിച്ചല്ലാരും എന്തെങ്കിലും പഠിച്ചു? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾക്ക് ഓർമ്മയുണ്ട? എന്തൊക്കെയായിരുന്നു? എന്തിനെപ്പറ്റി സംസാരിച്ചത്? യെസ്, പ്രകൃതിനെ പറ്റി. ഇന്ന് ജൂൺ 5. എന്താണ് ഇന്നത്തെ പ്രത്യേകത? വേൾഡ് എൻവയോൺമെൻറ്റ് ഡേ. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പ്രകൃതിയെ എങ്ങനെ സംരക്ഷിക്കാം, പ്രകൃതിയെ സംരക്ഷിക്കേണ്ട ആവശ്യകത, ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ന്യൂ അസൈൻമെൻറ്റ് തരികയാണ്. എല്ലാവരും ഭാവിയിലെ പ്രകൃതി എങ്ങനെയായിരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു പിക്ചർ വരയ്ക്കുക. ഓക്കെ ഓക്കെ പ്രകൃതി ഇല്ലെങ്കിൽ, പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചില്ലെങ്കിൽ എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത്? എന്തൊക്കെ നഷ്ടപ്പെടും? ഇതെല്ലാം നമ്മൾ ചിന്തിക്കുക. നമ്മൾ ഓൾറെഡി പോസിറ്റീവ് നെഗറ്റീവ് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ? സോ വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്റ്റ് അവർ എൻവയോൺമെൻറ്റ്. ഇതെല്ലാം ആലോചിച്ച് നിങ്ങളുടെ മനസ്സിൽ എന്തു തോന്നുന്നു, എങ്ങനെയായിരിക്കും? ഹേ മനുഷ്യ, ഞാൻ പ്രകൃതിയുടെ ആത്മാവായിരുന്നു, നിനക്ക് ശ്വാസമായിരുന്നു. എന്റെ ഇലകൾ ഒരുപാട് ജീവജാലങ്ങൾക്ക് തണൽ നൽകി. വർഷങ്ങളെടുത്ത് ഞാൻ വളർന്നു. ഇതൊന്നും ഓർക്കാതെ നിന്റെ ഒരു നിമിഷത്തെ സുഖസൗകര്യങ്ങൾക്ക് എന്നെ വെട്ടിനിരത്തി. നീ മറന്നോ ഞാനില്ലാതെ നീയുമില്ലെന്ന സത്യം? സർ, ഞാൻ കണ്ടു മരങ്ങളില്ലാത്ത, പക്ഷികളില്ലാത്ത, ചുറ്റും പൊടിപടലങ്ങൾ മാത്രമുള്ള ഒരു വിജനമായ ലോകം. ആ ലോകത്ത് ശുദ്ധവായു കിട്ടാതെ, അതികഠിനമായ ചൂട് സഹിക്കാൻ വയ്യാതെ മനുഷ്യരെല്ലാം പിടഞ്ഞു വീഴുന്നു സർ. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിക്കൂ. പ്രകൃതിയെ നമ്മൾ സംരക്ഷിച്ചാൽ പ്രകൃതി നമ്മളെയും സംരക്ഷിക്കും. ഭാവി തലമുറയ്ക്ക് വേണ്ടി പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ എല്ലാവരുടെയും ഉത്തരവാദിത്വം. നിങ്ങൾ സംരക്ഷിക്കില്ലേ? ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്ക് വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി.